ഏറ്റുന്നു. ഇന്ന് നമുക്കൊരുമിച്ച് ഒരു കുടുംബ സെമിനാർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് ഒരുക്കി തന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇതിനായി ക്ഷണിച്ച ഫിലദൽഫിയ ഫുൾ ഗോസ്പൽ അസംബ്ലി പാസ്റ്റർ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തെ ഓർക്കേണ്ടത് വളരെ ചർച്ചസിലാണെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ, പഠനങ്ങളൊക്കെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവദാസൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ വരാനും താമസിക്കാനും ഒക്കെ ദൈവം നിങ്ങളെ വിളിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്നു, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടമാണ് എന്ന് തന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രയോജനം ഇല്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് തന്നെയല്ല, ഒത്തിരി പ്രാർത്ഥിക്കണം. ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഈ കഴിഞ്ഞ എടുത്ത ഒരു ബൈബിൾ സ്റ്റഡിക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മണിക്കൂറുകൾ നീളുന്ന ഒരു ബൈബിൾ സ്റ്റഡിയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വ്യക്തിയിൽ, കുടുംബത്തിൽ, സഭയിൽ, ലോകത്തിൽ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പം പലപ്പോഴും നമുക്കുള്ളത് വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് മതി എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് വേണം, കാര്യം അതാണ് ബേസ്. പക്ഷെ അതിനപ്പുറത്ത് കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നെക്കുറിച്ച് മാത്രമല്ല ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും കുടുംബം എന്ന നിലയിൽ തീർച്ചയായും ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലേക്കാണെങ്കിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തികൾ കടന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് അനേക കുടുംബങ്ങൾ നമ്മുടെ സഭയിലേക്ക് വരണം. കുടുംബങ്ങൾ ദൈവദാസനെ ഓർപ്പിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദൈവം സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചതാണ് കുടുംബം. സഭ പിന്നെ ഉണ്ടാകുന്നത്, പക്ഷെ അതിന് മുമ്പ് ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന നിലയിൽ, ഇൻഫാക്റ്റ് ഈവൻ ബിഫോർ ഹി എസ്റ്റാബ്ലിഷ് ചർച്ച്, ഹി എസ്റ്റാബ്ലിഷ്ഡ് എ ഫാമിലി. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. ഈ കുടുംബം, നമ്മൾ പറയുന്ന ഈ കുടുംബം, അതിൽ ദൈവം ആ ഒരു കുടുംബത്തെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, കാലഘട്ടം കഴിയുന്നതനുസരിച്ച് ഒത്തിരി നമ്മുടെ കൾച്ചറിന് വ്യത്യാസം ഉണ്ടാകുന്നു, മറ്റു കാര്യങ്ങൾ. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ തന്നെ പറയും, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നപ്പം, ഞങ്ങൾ ഇന്ത്യയിലൊന്നുമല്ല എന്ന് നമ്മുടെ പിള്ളേർ പറയുന്നത് നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്നു, അമേരിക്കയിലുണ്ടായിരുന്നു എന്നുള്ളതല്ല. നമ്മൾ എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും ജെസ്സിയും ഈ കാര്യത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറല്ല, അമേരിക്കൻ കൾച്ചറല്ല, അമേരിക്കൻ കൾച്ചറുമല്ല, ചിലർ പറയുന്ന ഇന്ത്യൻ കൾച്ചർ അതുമല്ല, ബിബ്ലിക്കൽ കൾച്ചറാണ്. നമുക്ക് അമേരിക്കൻ കൾച്ചർ അല്ല വേണ്ടത്, ഇന്ത്യൻ കൾച്ചറുമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ബിബ്ലിക്കൽ കൾച്ചറാണ്. വേദപുസ്തകത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, വേദപുസ്തകത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ വേദപുസ്തകത്തിൻ്റെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കണം. അതിലിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവം പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഒരു മോഡൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കലി അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദൈവദാസനെ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും
ആ സംശയങ്ങൾ നിങ്ങൾ എഴുതി ചോദിക്കുകയോ നേരിട്ട് ചോദിക്കുകയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എഴുതി തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ, ഒരു കാര്യം. ഞങ്ങൾ ഒത്തിരി ഫാമിലി സെമിനാർസ്, ഞാൻ ഒത്തിരി ശരിക്കും പറഞ്ഞാൽ ഫാമിലി സെമിനാറുകൾ എന്ന നിലയിൽ തന്നെ കുടുംബ സെമിനാറുകൾ നടത്തുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായപ്പോൾ ജെസ്സി എന്നോട് പറഞ്ഞു, ഐ താങ്ക് ഗോഡ് ഫോർ ദ വണ്ടർഫുൾ ഫാമിലി ഗോഡ് ഹാസ് ഗിവൺ അസ്, ഓർ ഇങ്ങനെ ഒരു കുടുംബത്തെ കടത്താൻ നമ്മളെ ദൈവം ആ നിലയിൽ ഇത്രയും സഹായിച്ചതോർത്ത്, നമ്മളെ നിലനിർത്തുന്നതോർത്ത് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞു, യെസ്, ദറ്റ് ഈസ് ട്രൂ, ബട്ട് മൈ കൺസേൺ വാസ് ഡിഫറെൻറ്റ്. എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അതെനിക്ക് വലിയൊരു കൺസേൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ചർച്ചിൽ അന്ന്, അതായത് 25 വർഷം മുമ്പത്തെ കാര്യം, 35 വർഷമായി 36 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, 36 years. അന്ന് സ്വാഭാവികമായി നടക്കാറില്ലാതിരുന്ന ഒരു നമ്മുടെ ഇടയ്ക്കൊന്നും ഡിവോഴ്സ് ഒന്നും അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ ഒരു ലോക്കൽ ചർച്ചിൽ 3 പേര് ഡിവോഴ്സ്ഡായി, യങ്സ്റ്റേഴ്സ്. അപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ടങ്ങ് വേദനിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനും ജെസ്സിയും ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമുക്കിത് പഠിപ്പിക്കണം. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണം. ഞങ്ങൾ പഠിപ്പിക്കണമെന്നുള്ളതല്ല, അത് സഭകളിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. വ്യക്തിപരമായി നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ കുടുംബമായി കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത പല ക്ലാസ്സുകളിലും ടേക്ക് ദ കേസ് ഓഫ്, ഇപ്പം നമ്മൾ ഈ കുടുംബം, ഈ വ്യക്തി ജീവിതം എന്ന് മാത്രം, വ്യക്തികൾ മാത്രമായിട്ടുള്ള അങ്ങനൊരു ധാരണ നമുക്കങ്ങ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവനവൻ്റെ കാര്യം നോക്കി, അവനവന് ദൈവവുമായിട്ടുള്ള ബന്ധം നോക്കി ജീവിക്കണം. അത്രയും തന്നെ പറയുന്ന ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞാലും മാക്സിമം നമ്മൾ പറയുന്നത് നമ്മൾ വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് വ്യക്തിപരമായി ജീവിക്കണം, പക്ഷേ കുടുംബമായിട്ടും ജീവിക്കണം. എന്നാൽ അതേസമയം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ ഹാനോക്കിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോഴൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബ്രദറെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ഇപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങനെ വല്ലതും നടക്കാൻ പറ്റുമോ? നമുക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ? ഹാനോക്ക് ദൈവത്തോട് നടന്നു, അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുമോ? നമുക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഹാനോക്കിനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദൈവത്തോടു കൂടെ നടന്നു എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തി നോഹയാണ്. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഈ നോഹയ്ക്കും ആരുണ്ടായിരുന്നു? ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിനൊരു തടസ്സമൊന്നുമല്ല. തന്നെയല്ല, ഭാര്യയും മക്കളും കുടുംബം ഒരുമിച്ച് വേണം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അതുകൊണ്ടാണല്ലോ യോശുവയോട് പറയുമ്പോഴത്തേക്ക് യോശുവ പറയുന്നത്, യോശുവ പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോകുന്ന മിസ്രൈമിലെ ദൈവങ്ങളെ ആരാധിച്ചു, അത് നിങ്ങളെ തീരുമാനം. ഇനി അതല്ല, ഈ കനാനിൽ നിങ്ങൾ വന്നു കനാന്യരായ ദൈവങ്ങളെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവുമോ, ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? ഓരോരുത്തരും അവരോട് തന്നെ ചോദിച്ച്, ഞാൻ ആരെയും വിധിക്കാനൊന്നും പറയുന്നതല്ല. കാര്യം ഈ രാജ്യത്ത് വരുമ്പോൾ എനിക്കറിയാം, മിക്കപ്പോഴും ഈ ഒരു വാക്ക് പറയാൻ മിക്കവർക്കും, ഞാൻ അവിടെ എല്ലാം അങ്ങ് തള്ളിക്കളയല്ല, സങ്കടം കൊണ്ടാണ് പറയുന്നത്. അത് പറയാൻ കഴിയുന്നിടത്തോളം ഭാഗ്യം വേറെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി whether we will be able to do that because of the time limitation. But at the same time, ഇവിടെ നമ്മൾ ഇന്നിരിക്കുമ്പോൾ think about our family. ആ ഫാമിലി, എന്നിട്ട് ഈ കഴിയാത്ത കാര്യം, ഇപ്പോൾ ചിലപ്പം മക്കളൊക്കെ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പറയും, മറ്റൊന്നുമല്ല, മക്കൾ ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കും. ചിലപ്പോൾ നമുക്കവരെ മടക്കിക്കൊണ്ട് വരുവാൻ ചിലപ്പോൾ കഴിയാത്ത നിലയിൽ അവർ ദൂരെ ആയിപ്പോയെന്നിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് പ്രയർ.
പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്പിരിച്വാലിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബത്തെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയതയോർത്ത് ദൈവവും ഒന്നിച്ച് അവരും നടക്കുന്നത് കാണാനായിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നടക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഗ്രേറ്റർ ജോയ് ടു സീ ദാറ്റ് അവർ ചിൽഡ്രൻ ആർ വാക്കിംഗ് ഇൻ ട്രൂത്ത്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 3 യോഹന്നാൻ എപ്പിസിൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1 ഓൺവേർഡ്സ് വെൻ വി റീഡ്, ഗായോസിന് എഴുതുമ്പോൾ പറയുന്ന ഒരു വാചകമാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. യെസ്, ദാറ്റ്സ് എ തിങ്. എൻ്റെ മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ എൻ്റെ സ്വന്തം മക്കൾ മാത്രമല്ല. I am always concerned about the children in my church. Of course, primarily I am concerned about my children. അതെനിക്ക് തീർച്ചയായിട്ടും അതെൻ്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും ആദ്യത്തിൽ നിൽക്കുന്ന കാര്യമാണ്. There is no greater joy to see that our children are walking in truth. Hallelujah. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ഐ യൂസ് ടു സേ, വെൻ വി വർക്ക്, വെൻ വി പ്രേ, ഗോഡ് വർക്ക്സ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നു, അത് വേണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ശരിയായിട്ടുള്ള, ഇപ്പോൾ കർത്താവ് കാൽവറി ക്രൂശിലേക്ക് പോകുമ്പോൾ പോലും പറയുന്ന ആ വാചകം വളരെ പ്രസക്തമാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. വേറൊരു കോൺടെക്സ്റ്റാണ് അത്, എങ്കിൽ പോലും ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അവർക്ക് വേണ്ടി കരയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ, നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ ഒക്കെ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. ഞാൻ എപ്പോഴും നോഹയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇങ്ങനെ ആലോചിക്കും. നോഹയ്ക്ക് 3 മക്കളും 3 മരുമക്കളും ഉണ്ടായിരുന്നു. നോഹയോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ആ ഉടമ്പടി പ്രകാരം നോഹ പെട്ടകം പണിതു. ഈ പെട്ടകം പണിത് സമയത്ത് ഞാൻ ഈ നോഹയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവർ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. ആൾക്കാരൊക്കെ ചോദിക്കും, വാട്ട് യുവർ ഫാദർ ഈസ് ഡൂയിങ്, നിൻ്റെ അപ്പൻ എന്നാ ചെയ്യുക? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ പറയും, മൈ ഫാദർ ഈസ് എൻ എഞ്ചിനീയർ, മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ, മൈ ഫാദർ ഈസ് എ ടീച്ചർ. ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നോഹയുടെ പിള്ളേരോട് കൂട്ടുകാർ ചോദിച്ചു കാണും, വാട്ട് യുവർ ഫാദർ ഈസ് ഡൂയിങ്? നോഹയുടെ പിള്ളേരെന്താ പറയുന്നത്? ഞങ്ങളുടെ അപ്പൻ വലിയൊരു കപ്പൽ പണിയാണ്, ഹീ ഈസ് മേക്കിംഗ് എ ബിഗ് ഷിപ്പ്. ഉടനെ അവർ ചോദിക്കും, ബിഗ് ഷിപ്പ് എവിടെയാണ് അപ്പം നിൻ്റെ അപ്പൻ? ക്ലോസ് ടു മെഡിറ്ററേനിയൻ സീ. കാര്യം കപ്പലുണ്ടാക്കേണ്ടത് എപ്പോഴും എവിടെയാണ്? കടലിൻ്റെ അടുത്തായിരിക്കണമല്ലോ. നോ 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 ഹീ ഈസ് മേക്കിംഗ് എ ബിഗ് ഷിപ്പ് ഓൺ എ മൗണ്ടൻ. ഒരു മലയുടെ മുകളിലാണ്, പർവ്വതത്തിൻ്റെ മുകളിലാണ് കപ്പൽ പണിയുന്നത്. എടാ, പർവ്വതത്തിൻ്റെ മുകളിൽ ആരെങ്കിലും കപ്പൽ പണിയുമോ? അത് കടലിനടുത്തല്ലേ പണിയണ്ടേ? പിന്നെ അപ്പൻ പിള്ളേർ പറയുക, അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു, കപ്പൽ പണിത് കഴിയുമ്പം കടൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന്. കപ്പൽ പണിത് കഴിയുമ്പം കടൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന്. കടൽ ഇങ്ങോട്ട് വരുമെന്നോ? പർവ്വതത്തിലേക്കോ? അതെങ്ങനെയാടാ? എന്നോട് പറഞ്ഞു, അതെ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. അന്നീ പറയുന്ന പോലെ മഴയൊന്നും പെയ്യുന്ന ഒരു കാലമല്ല. അന്ന് ഭൂമിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത് താഴെ നിന്നാണെന്നാണ് നേരത്തെ പറയുന്നത്. അതിനുശേഷം മഴ പെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ ബേസിക്കലി മഴ ഒരു കോമൺ കാര്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പറയും, നല്ല പിള്ളേരെ എന്നാ പറയാനാ, പക്ഷെ അപ്പന് ഭ്രാന്ത് പിടിച്ചു പോയി. അപ്പോൾ ഭ്രാന്തൻ്റെ മക്കളെന്നുള്ള നിലയിലായിരിക്കും ഒരു പക്ഷേ ഈ പിള്ളേർ സ്കൂളിൽ അറിയപ്പെട്ടത്. എന്നാൽ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൻ്റെ കൂടെ അവർ നിന്നത്. ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന മക്കളുള്ളതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. എൻ്റെ പിള്ളേർ പറയണം,
ഞങ്ങളുടെ അപ്പച്ചൻ, ഞങ്ങളുടെ പപ്പ, ഞങ്ങളുടെ ഡാഡി, എൻ്റെ ഡാഡിയോട് ദൈവം സംസാരിക്കും. അദ്ദേഹം പറയുന്നതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറയുന്ന മക്കൾ നമുക്കുണ്ടെങ്കിൽ അത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നും ഇല്ല. അങ്ങനെ വളരെ ബേസിക്കായിട്ട് അവിടെ നോഹയുടെ മക്കൾ, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം, നോഹയുടെ മരുമക്കളും അവരെല്ലാം ഈ പെട്ടകത്തിൽ കയറി. അവരെല്ലാം നോഹയെ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. ദൈവവും നോഹയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർക്ക് അറിയാമായിരുന്നു. മരുമക്കൾ ഉൾപ്പെടെ, മക്കൾ പിന്നെയും പോട്ടെ, മക്കളും 3 മരുമക്കളും ഈ പെട്ടകത്തിനകത്ത്. ആകെ 8 പേരാണ്. നോവയുടെ ഭാര്യ, 3 മക്കൾ, 3 മരുമക്കൾ. അവരെല്ലാവരും ഈ കപ്പലിനകത്ത് കയറിയെങ്കിൽ, ഈ പെട്ടകത്തിൽ കയറിയെങ്കിൽ, അതും മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പർവ്വതത്തിൽ പണിത ഒരു പെട്ടകത്തിലേക്ക് കയറിയെങ്കിൽ എന്ന് തന്നെയല്ല, അത് എക്സാക്ട്ലി കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഒരു ഡിഫറൻസും ഇല്ലാതെ അതിനെ അനുസരിക്കാൻ ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്. ഇവരായിരിക്കും ചിലപ്പം തടിയൊക്കെ മുറിച്ചുകൊണ്ടൊക്കെ വരും പിള്ളേരെ. അപ്പം അപ്പൻ പറഞ്ഞു, ഇവിടെ 40 അടി നീളമുള്ള ഒരു തടി വെട്ടിക്കൊണ്ടുപോവാ കപ്പൽ പണിയാനായിട്ട്. അവൻ കൊണ്ടുവന്നപ്പോൾ 39 വെച്ചു. നോ, അത് പറ്റത്തില്ല. അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം പറഞ്ഞു 40 അടി. അങ്ങനെ ദൈവം പറഞ്ഞത്, നോഹ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. അത് മക്കളും കൂടെ നിന്നതുകൊണ്ടാണ് അത് പറ്റിയത്, ഇല്ലേ? മക്കളും കൂടെ നിന്നതുകൊണ്ടാണ് പറ്റിയത്. അങ്ങനെയുള്ള ഒരു കുടുംബം, നോഹയുടെ കുടുംബം പോലെ ഒരു കുടുംബം, ഞാനിന്നൊരു ചെറിയ ഇത് പറഞ്ഞതാണ്. അങ്ങനൊരു കുടുംബം നമുക്കുണ്ടാകണം. കർത്താവ് പറയുന്നത് കേൾക്കുന്ന ഒരു പിതാവ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ, അത് വിശ്വസിക്കുന്നവരായ മക്കൾ, മരുമക്കൾ, അങ്ങനൊരു കുടുംബം നമുക്കുണ്ടെങ്കിൽ അത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഓക്കെ, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. ദൈവമാണ് കുടുംബത്തെ ഉണ്ടാക്കിയത്. ദൈവമായിരിക്കണം കുടുംബത്തെ ഉണ്ടാക്കുന്നതും. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 127 സങ്കീർത്തനം, അവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ, വീടെന്ന് പറയുമ്പോഴത്തേക്ക് വെറും കെട്ടിടമല്ല, ഇറ്റ്സ് നോട്ട് എ ബിൽഡിംഗ്. ബിൽഡിങ് പണിയാൻ എൻജിനീയേഴ്സും മേസൻസും ഒക്കെ മതി. പക്ഷേ ദിസ് ഈസ് ഫാമിലി. അൺലെസ് ദ ഗാഡ് ബിൽഡ്സ് ദ ഫാമിലി, അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം കുടുംബം പണിയുന്നത് ദൈവമാണ്. ദൈവമായിരിക്കണം. ദൈവം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. പലപ്പോഴും ഭവനങ്ങൾ തകർന്നു പോകാനുള്ള കാരണം എന്താണ്? അവർ മനസ്സിലാക്കുന്നില്ല ഇത് പണിതത് ദൈവമാണെന്ന്. അതിന് പണിയാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും, ഇപ്പോൾ ഹീബ്രു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും അവർ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് ശരിക്കും എബ്രായ ഭാഷയിൽ പണിതുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ എന്നാണ്. യഹോവ ഭവനം പണിതുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ കെട്ടിടം പണിത വ്യക്തിക്ക് വേണമെങ്കിൽ പണിതേച്ചങ്ങ് പോകാം, കാര്യം ഇത് സിമെൻറ്റ് വിഷ്ടയൊക്കെയാണ്, ഇതിവിടെ ഇരുന്നോളും. പക്ഷേ ഭവനം എന്ന് പറയുന്നത് പണിയപ്പെടുന്നത് വ്യക്തികളെ കൊണ്ടാണ്. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടും മുട്ടും എല്ലാം ഉണ്ട്. അത് പണിതുകൊണ്ടിരിക്കണം. അങ്ങനെ ദൈവത്തെ ഭവനം പണിയാൻ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ വൃഥാ അധ്വാനിക്കുകയാണ്. പക്ഷേ പണിയാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ ആ പണി നഷ്ടമാവുകയില്ല. ചിലപ്പോൾ ഒരു പ്രതിസന്ധിയോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകരുത്. ഉണ്ടായാൽ അവിടെയും നമ്മൾ പണിയാൻ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ജീസസ് വാസ് എ കാർപ്പൻ്റർ. ഒരു മേശ പണിയണമെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് ചെന്നാണ് പറയുന്നത്? കാർപ്പൻ്ററുടെ അടുത്താണ് ചെന്നാൽ പറയുന്നത്, ആശാരിയുടെ അടുത്താണ് ചെന്ന് പറയുന്നത് മേശ പണിയാനായിട്ട്. ഇനി മേശയുടെ കാലൊടിഞ്ഞാലോ? കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോകത്തില്ല, തട്ടാൻ്റെ അടുത്തും കൊണ്ടുപോകത്തില്ല, നമ്മളിവിടെ തന്നെ കൊണ്ടുപോകും.
ആശാരിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകും. ഇതുപോലെ ദൈവം കുടുംബം പണിയാൻ ദൈവത്തെ നമ്മൾ ഏൽപ്പിക്കണം. ഇനി ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഉണ്ടായാൽ അത് തനിയെ തീർക്കാനല്ല നോക്കേണ്ടത്. സെക്യുലർ കൗൺസിലേഴ്സിനെ കൊണ്ട് അത് തീർക്കാനുമല്ല നോക്കേണ്ടത്. ഗോ ടു ജീസസ്. യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ല്. അവൻ പണിത വീട്, അവൻ പണിത ഭവനം, അതിനെന്തു പറ്റിയാലും അവന് ഉത്തരവാദിത്വമുണ്ട്. അതവൻ ശരിയാക്കി തരും. ഒന്ന് കൊണ്ട് കൊടുത്താൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി, യേശുവേ നീയാ ഞങ്ങളുടെ വീട് പണിതത്, ഞങ്ങളുടെ ഭവനം പണിതത്, അതിനിപ്പോൾ ഇച്ചിരി ഇളക്കവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടും മുട്ടുമൊക്കെ ഉണ്ട്, അതൊന്ന് തീർത്ത് തരണമെന്ന് കർത്താവിനോട് ചെന്ന് പറഞ്ഞാൽ കർത്താവ് അത് മാറ്റിത്തരും, തീർത്ത് തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഫാമിലി സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞാനിത് പറയാൻ കാര്യം, പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ ഫാമിലി ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് പേരൻസ് ഞാൻ ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത്, എന്തിനാണ് നീ അവളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്, കൊണ്ട് കളയടാ അതിനെ, നീങ്ങി പോരെ എന്നൊക്കെ പറയുന്ന അമ്മമാരെയും അപ്പന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി പേരെ കൗൺസിൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി ഒത്തിരി ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് വരാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ പേരൻസ് അവരെ ആ ദൈവിക പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം സെക്യുലറായിട്ട് കാണുകയും അത് ഇതൊരു കുഴപ്പമില്ല എന്നുള്ള നിലയിൽ, അത് സാരമില്ല അവൾ പോന്നേ പോട്ടെ എന്നൊക്കെ പറയുന്ന നിലയിൽ. അങ്ങനല്ല മോനെ, നിൻ്റെ ഭവനം പണിതത് കർത്താവാണ്, അതിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞ് നമ്മളുടെ മക്കളെ പണിയാൻ വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വലിയ വലിയ തിയോളജി എന്നുള്ളതല്ല. കാരണം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഭയിൽ കുടുംബങ്ങൾ തകരരുത് എന്നുള്ള ആഗ്രഹത്തിനാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. പണ്ടൊക്കെ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ പലരും. അതുകൊണ്ട് ചില സമയത്തൊക്കെ അന്ന് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ആരെങ്കിലും ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ പറയും അതൊക്കെ അങ്ങ് അമേരിക്കയിൽ, അതൊക്കെ അങ്ങ് അമേരിക്കയിൽ, ഇന്ത്യയിലൊന്നും നടക്കത്തില്ല. പക്ഷേ ഇന്ത്യയിലും ഡിവോഴ്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലിപ്പം ഡിവോഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അതൊക്കെ ജാതികളുടെ ഇടയ്ക്ക്. പിന്നെ പറഞ്ഞ് ജാതികളുടെ ഇടയ്ക്കല്ല, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും ഡിവോഴ്സ് ഉണ്ടെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്ക്. പക്ഷെ ഇപ്പോഴോ സമുദായക്കാരുടെ ഇടയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ഡിവോഴ്സ് പലപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നു. ദുഃഖത്തോടെ ഞാൻ പറയുന്നത് കേട്ടോ, ദുഃഖത്തോടെ കരഞ്ഞോണ്ടാണ് പറയുന്നത്. അത് നടക്കരുത്, അത് സംഭവിക്കരുത്. നമ്മുടെ ഇടയിൽ ഡിവോഴ്സ് ഉണ്ടാകാൻ പാടില്ല. മലാഖിയുടെ പ്രവചനത്തിൽ കർത്താവ് പറയുന്ന വാക്കെന്താണ്? ഐ ഹെയ്റ്റ് ഡിവോഴ്സ്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യമാണ് ഉപേക്ഷണം. അതിനിപ്പോൾ നമ്മൾ റീസണൊക്കെ കണ്ടുപിടിക്കും, ഇഷ്ടംപോലെ റീസൺസൊക്കെ കണ്ടുപിടിക്കും. പക്ഷെ ബേസിക്കലി വാട്ട് ഈസ് റിട്ടൺ? ഐ ഹെയ്റ്റ് ഡിവോഴ്സ്. അതിലേക്കൊക്കെ നമ്മൾ വരണം. അതിന് മുമ്പ് ഈ കുടുംബത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. എന്നാൽ യഹോവ ഭവനം പണിയുന്നുവെങ്കിൽ അത് ഗ്യാരൻറ്റീഡാണ്. പണിതുകൊണ്ടിരിക്കുന്നുവെങ്കിൽ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഗ്യാരൻറ്റീഡാണെന്ന് പറയാൻ കാര്യം, നമ്മളിപ്പം ചൈനക്കാരുടെ വാച്ചുമൊക്കെ ഇന്ത്യയിലാണെങ്കിലും ചൈനക്കട 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ വാച്ച് കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ വരെ ചെല്ലുമെന്ന് പോലും അറിയത്തില്ല. തിരിച്ച് നമ്മൾ ആ വിറ്റേൻ്റെ അടുത്ത് ചെന്ന് കൊടുത്ത് അവൻ വല്ലതും സമ്മതിക്കും? നമ്മൾ ഞാൻ നോക്കി വാങ്ങിക്കണമായിരുന്നു പറയും. അതേസമയം ഇന്ത്യയുടെ പശ്ചാത്തലം വെച്ച് നോക്കി വെസ്റ്റാർഡിൻ്റെയോ അല്ലെങ്കിൽ ടൈറ്റൻ്റെയോ ടൈമെക്സിൻ്റെയോ ഒരു വാച്ച് നിങ്ങൾ വാങ്ങിക്കുക, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാരൻറ്റി ഉണ്ട്. അത് തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരത് നന്നാക്കി തരും. അത് നമ്മൾ മനസ്സിലാക്കണം, നന്നാക്കി തരും. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓപ്പറേറ്റേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ തന്നിട്ടുണ്ട് നമുക്ക്. അതനുസരിച്ച് വേണം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ കുടുംബമായി അല്ലെങ്കിൽ ദൈവം കുടുംബം പണിത് നമ്മളിങ്ങോട്ട് വിടുമ്പോൾ ഒരു ഓപ്പറേറ്റേഴ്സ് മാനുവലൂടെ തന്നിട്ടുണ്ട്. ഈ ഓപ്പറേറ്റേഴ്സ് മാനുവൽ വെച്ച് ഈ കുടുംബം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തകരില്ല. എന്തെങ്കിലും പറ്റിയാൽ പറ്റത്തില്ല, എന്തെങ്കിലും പറ്റിയാൽ തിരിച്ചു കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ
അവിടെ റീപ്ലേസ്മെൻ്റ് അല്ല ഉള്ളത്, അത് ശരിയാക്കി തരും. റീപ്ലേസ്മെൻറ്റ് മറ്റുള്ളവരതൊക്കെ ചിലപ്പം റീപ്ലേസ് ചെയ്യുമായിരിക്കും, പക്ഷേ വേദോസ്തവത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് കർത്താവ് റെഡിയാക്കി തരും. പക്ഷേ ഭവനം പണിയുന്നത് ആരായിരിക്കണം? യഹോവ തന്നെ ഭവനം പണിയുന്ന അവസ്ഥ, പണിതുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ. അവിടെ മക്കളും അനുഗ്രഹിക്കപ്പെടുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ വാക്യത്തിൽ മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. പാരൻറ്റിങ്ങിനെ കുറിച്ച് ജെസ്സി കുറച്ച് ക്ലാസ്സുകൾ എടുക്കും, എങ്കിലും ഞാനിത് പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അത് ദ ചിൽഡ്രൻ ആർ നോട്ട് അവേഴ്സ്, എൻ്റെ അല്ല, ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെയാണ് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദ ചിൽഡ്രൻ ബിലോങ്സ് ടു ഗാഡ്. ദൈവത്തിന് അതിനെക്കൊണ്ട് ഉത്തരവാദിത്തമുണ്ട്, അതിനെക്കുറിച്ച് ചിന്തയുണ്ട്. ഗോഡ് ഈസ് കൺസേൺഡ്. മെർലിൻ ക്ലോതേഴ്സിൻ്റെ പ്രസൻറ്റ് പ്രൈസൊക്കെ എഴുതിയ മെർലിൻ ക്ലോതേഴ്സിൻ്റെ ഒരു ബുക്ക് ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഫാമിലി വന്നിട്ട്, കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, പാരൻറ്റിങ്ങിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ് എങ്കിലും പറയാം. അദ്ദേഹം വന്നിട്ട് പിള്ളേർ ഒരു അപ്പനും അമ്മയും കൂടെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ അവർ ചൈൽഡ്. എന്ന് ചോദിച്ചു വാട്ട് ഹാപ്പൻ. ഉടനെ പറഞ്ഞ് അവന് നല്ല അനുസരണമൊക്കെ ഉള്ള ചെറുക്കനായിരുന്നു, പക്ഷേ 16 വയസ്സുള്ളപ്പം അവൻ കംപ്ലീറ്റായിട്ട് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. നൗ ഹീ ഈസ് നോട്ട് വിത്ത് അസ് ആൻഡ് ഹീ ഈസ് ലിവിങ് വെരി ലൈസൻഷ്യസ് in different parts of our country and he is totally lost. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിപ്പോയി. അതുകൊണ്ട് പ്ലീസ് പ്രേ ഫോർ അവർ ചൈൽഡ്. പക്ഷേ 15 വയസ്സ് വരെ അവൻ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും സാക്ഷ്യങ്ങൾ പറയുകയും അതുപോലെ ആത്മീകമായി, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ, ആത്മീകരായ പല കുഞ്ഞുങ്ങളും തെറ്റിപ്പോകുന്നത് ഇന്നൊരു കോമൺ കാഴ്ചയാണ്. കോമൺ കാഴ്ച. ഈയിടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, മോനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന്. ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻ. ഉടനെ പറഞ്ഞു, അവൻ ഡ്രഗ് ബെൽറ്റിനകത്ത് പെട്ടുപോയി, പിന്നെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനി കോളേജിൽ അവനെ പഠിപ്പിക്കാൻ പറ്റുകയില്ല, പിന്നെ പോലീസിൽ കൊടുക്കുന്നില്ല, കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് ജയിലിൽ പോകും. എനിക്കറിയാം ആ പയ്യൻ വളരെ ആത്മീയനായി ചർച്ചിൽ ജീവിച്ച ചെറുക്കനാണ്, സഭയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ചെറുക്കനാണ്. പക്ഷെ കോളേജിൽ കൂട്ടുകാരുടെ കൂടെ കൂടി അങ്ങനെ തെറ്റിപ്പോകുന്നതായ അവസ്ഥ. ഇതൊക്കെ കോമണാണ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം, പക്ഷേ എനിക്ക് ആ ഫാമിലി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഒരു കുറ്റവും ആ ഫാമിലിയെക്കുറിച്ച് പറയാനില്ല. അപ്പൻ്റെ അമ്മയുടെയും ജീവിതം കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് പറയാൻ പറ്റുകയില്ല. കാര്യം വളരെ ആത്മീയരായി സുവിശേഷപരമായ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന വളരെ മെച്ചപ്പെട്ട ഒരു കുടുംബം. അങ്ങനെയും സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുപോലൊരു അവസ്ഥയിലാണ് മെർലിൻ ക്ലോതേഴ്സിൻ്റെ അടുത്ത് ഈ ഫാമിലി വന്നത്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉടനെ മെർലിൻ ക്ലോതേഴ്സ് ചോദിച്ചു, ഡു യു പ്രേ ഫോർ യുവർ ചൈൽഡ്? പാസ്റ്റർ, അതെന്തൊരു ചോദ്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ അതാ. ഇവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഗുഡ്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, ഡു യു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ യുവർ ചൈൽഡ്? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഇവർ പറഞ്ഞു 15 വയസ്സ് വരെ എന്നും ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 14ാമത്തെ വയസ്സിൽ ഇവൻ പോയില്ല. ഇനി അവനെ ഓർത്ത് നന്ദി പറയുന്നത് എങ്ങനെയാണ്? വി പ്രേ ഫോർ ഹിം ബട്ട് വി കനോട്ട് ഗിവ് പ്രൈസസ് ടു ദ ലോർഡ് ഫോർ അവർ ചൈൽഡ്. പ്രസൻറ്റ് പ്രൈസ് എന്നുള്ള ബുക്ക് എഴുതിയ ആളാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മെർലിൻ ക്ലോതേഴ്സ് പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് ഐ ടെൽ യു, യു ക്യാൻ സ്റ്റിൽ give thanks to the Lord for your child. How come? First of all, according to the Bible, your child is not your child. Your child is the child given to you by our God. സ്വർഗസ്വനായ പിതാവാണ് എനിക്ക് ഈ പൈതലിനെ തന്നത്. അതുകൊണ്ട് the real honor is not me. The real honor of my child is God. അതുകൊണ്ട് കർത്താവിനെ നന്ദി പറയാം. കർത്താവേ, അവൻ എൻ്റെ വകയല്ലല്ലോ, അവൻ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അവൻ എൻ്റെ വകയല്ലല്ലോ, അവൻ നിൻ്റെ വകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 2, നിങ്ങളുടെ കുഞ്ഞ് ദൈവം ഇൻഹെറിറ്റൻസ്, ദയാണ് ഇൻഹെറിറ്റൻസ് എന്നാണ്, ഒരു പിതൃ അവകാശം എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് certainly belongs to God.
അപ്പോൾ ഉടമസ്ഥനല്ലേ കൂടുതൽ വേദന, വളർത്താൻ ഏൽപ്പിച്ച ആൾക്കല്ലല്ലോ കൂടുതൽ വേദന. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞ് തെറ്റിപ്പോയതോർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നതിൻ്റെ പല മടങ്ങ് ദൈവം ദുഃഖിക്കുന്നുണ്ട്. ഗോഡ് ഈസ് കൺസേൺഡ് അബൌട്ട് യുവർ ചൈൽഡ്. അതോർത്ത് നിങ്ങൾക്ക് നന്ദി പറയാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് യു നീഡ് ടു പ്രാക്ടീസ് ദാറ്റ് ആൻഡ് പുട്ട് ഗോഡ് ദ സെൻറ്റർ ആൻഡ് സേ, ലോർഡ്, we are very sorry for our child, but at the same time, you are the owner of our child. He is an inheritance given by you. So we thank you because you are concerned about your child. അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കാം. We cannot clearly say that we will do that, but ഞാനത് നോക്കാം. And they started very difficult, but they started giving praise to the Lord, or thanks to the Lord for the child. And because they are giving thanks to the Lord because they said, you are concerned about our child, so that's the reason why we are giving thanks to you. അവിടെ മെലൻ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്, after 2 weeks they got, ഇപ്പോഴത്തെ കാര്യമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, they got a text from the son, father. The son was writing a telegram. അന്ന് ഫോണൊന്നുമില്ല, ഫോണുള്ള കാലഘട്ടത്തിനൊന്നുമില്ല. ഇത് പറയുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റിപ്പോയി, ഞാൻ തിരിച്ചു വന്നാൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? അവരുടനെ തന്നെ ആ സ്ഥലത്തേക്ക് ടെക്സ്റ്റ് ചെയ്തു, മൈ സൺ, അവർ സൺ, യു ആർ അവർ സൺ. സോ certainly we have already accepted you and you can come back and let us continue live a spiritual life in our home. നമ്മുടെ വീട്ടിൽ തന്നെ നിനക്ക് പ്രവേശനമുണ്ട്, നമുക്ക് പഴയതുപോലെ ആത്മീകമായി ജീവിക്കാം. ധൂർത്തുപുത്രൻ മടങ്ങി വരുന്നത് പോലെ ആ മകൻ മടങ്ങി വന്നു. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയുടെ, നന്ദിയുടെ, ദൈവത്തെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നതിൻ്റെ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലെറ്റ് us pray for our children even when they are gone astray. നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോയാൽ, മാറിപ്പോയാൽ, അപ്പോഴും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ വരാതിരിക്കുന്ന പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. നമ്മുടെ സഭയിൽ വരുന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ സഭയിൽ വരാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. നാളുകളായിട്ട് നമ്മുടെ സഭയിൽ വരുന്നില്ല, നമ്മുടെ സഭയുമായിട്ട് ബന്ധമൊന്നുമില്ല, നമുക്ക് അവരെ കുറ്റം പറയാനൊക്കെ എളുപ്പമാണ്. ബട്ട് ഡു വി പ്രേ ഫോർ ദോസ് ചിൽഡ്രൻ? വി നീഡ് ടു പ്രാക്ടീസ് ദാറ്റ്. വളരെ പ്രാർത്ഥന അത്യാവശ്യമാണ്. മക്കളെ യഹോവ നൽകുന്ന ദാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സോ ആ രീതിയിൽ ഒരു ദൈവിക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് കഴിയണം. ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോൾ ഇന്നത്തെ കൾച്ചർ, മറ്റുള്ള സാഹചര്യങ്ങൾ അതൊക്കെ വെച്ച് പഠിക്കുമ്പോൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മളതൊന്നും അല്ല നോക്കേണ്ടത്. ഇപ്പം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ലെങ്കിലും ഡിവോഴ്സിനെ കുറിച്ചുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇല്ലേ, അവിടെ പരീശന്മാർ വന്നിട്ട് ചോദിക്കുന്നു, ഏത് കാരണവും ചൊല്ലി, ഞാൻ വാക്യങ്ങൾ, വേഴ്സ് 3, ഐ എം നോട്ട് റീഡിങ് ഓൾ ദോസ് പാസേജസ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറയുന്നു, അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും എന്നും അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷേ ഇവിടെ പറയുന്നൊരു വാക്യമുണ്ട്, ആദിയിൽ. അപ്പോൾ ഇവർ ചോദിച്ചു വേഴ്സ് 7, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് നോട്ട് കൊടുത്ത്, ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞല്ലോ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാം. ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമെന്നാണല്ലോ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കാമെന്നുള്ളത് ഇവരങ്ങ് ഒരു എന്തുവാ അല്ല, അവരുടെ ഇതായി എന്തുവാ, അതൊരു വലിയൊരു ആശ്വാസം പോലെ അവർക്ക്. എന്തെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമല്ലോ. അപ്പോൾ അന്നത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു,
ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കണം. യെസ്, ഉപേക്ഷണപത്രം കൊടുക്കണം. അപ്പോൾ ഒരു ചോദ്യമായിരുന്നു, ഇഫ് യുവർ വൈഫ് ബേൺസ് യുവർ ഫുഡ് ക്യാൻ യു ഡിവോഴ്സ് യുവർ വൈഫ്? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭാര്യ കൂട്ടാനുണ്ടാക്കിയത് കരിഞ്ഞു പോയാൽ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉടനെ ഒരു ഗ്രൂപ്പ് പറഞ്ഞു യെസ്, ബിക്കോസ് ഉപേക്ഷണപത്രം കൊടുത്താൽ മതി, കാരണം വേണമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. കർത്താവ് പറയാ, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദിയിൽ അവിടെ പറയുന്ന കാര്യം എന്നാണ്, ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചതെന്ത്? കർത്താവ് പറയുന്ന അവനവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. അതായത് ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിൽ അതുപോലും കൊടുക്കാതെ നീ ഉപേക്ഷിച്ച് കളയും. അങ്ങനത്തെ പാർട്ടികളാണ് നിങ്ങൾ. നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ മോശ അങ്ങനെ കൽപ്പിച്ചത്. എന്നാൽ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഹൗ വാസ് ഇറ്റ് ഇൻ ദ ബിഗിനിങ്? ആദിയിൽ എങ്ങനെയായിരുന്നു? ന്യായപ്രമാണം വന്നപ്പോൾ പല കാര്യങ്ങളിൽ അയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവം എപ്പോഴും നോക്കുന്നത് ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഗിരിപ്രഭാഷണത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ കർത്താവ് ഒന്നുകൂടെ പുതുക്കിപ്പറയല്ല, പഴയതിലേക്ക് പോകുകയാണ്. പഴയതിലേക്ക്. കൊല ചെയ്യരുതെന്ന് നിങ്ങൾ പൂർവ്വന്മാർ അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്യുന്നതാണ്. നോക്കുക, ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആദിയിൽ എങ്ങനെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആദിയിൽ, ഹൗ വാസ് ഇറ്റ് ഇൻ ദ ബിഗിനിങ്? ബിഗിനിങ്ങിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ലെറ്റ് us come to the first passages of the Bible. How was it when man was created? And ഫസ്റ്റ് ഫാമിലിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പഠിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മളെപ്പോഴും ഇന്നും ദൈവത്തിൻ്റെ നിയമം ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ക്രിയേഷൻ എല്ലാം നടക്കുന്നു. ക്രിയേഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ വേഴ്സ് 26, ചാപ്റ്റർ 1 വേഴ്സ് 26 ജനസിസ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗജാതികളിന്മേലും സർവ്വഭൂമിന്മേലും ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിയിൽ തന്നെ. ആദമിനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ആദമിൽ ഹൗവയും ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. കാര്യം, ഹൗവയെ കൊടുക്കേണ്ടി വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്നല്ല എടുത്ത് കൊടുക്കുന്നത്, അകത്തുനിന്ന് തന്നെയാണ്. യു ഗെറ്റ് ദ പോയിന്റ്. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അവരെ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുക്കളിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ അനുഗ്രഹം കൊടുക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത് എപ്പോഴും മക്കൾക്കാണ്, മക്കളെയാണ്. അതായത് ഇവിടെ പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നൊരു അനുഗ്രഹമല്ല. ഇപ്പോൾ ഒറീസയിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് പിള്ളേരെയും കൊണ്ട് ചിലപ്പം അവർ പറയും, വരും, ഈ അപ്പനും അമ്മയൊക്കെ വരും, എന്നിട്ട് പറയും, ഭായ് സാബ് ആശീഷ് ദേന ഹെ ഉസ്കോ, ഇതിന് അനുഗ്രഹിക്കണം. അപ്പം ഞാൻ എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു അനുഗ്രഹമല്ല ഇത്. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ കാണുമ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ഓൺലി ഫോർ ദ ചിൽഡ്രൻ. മക്കൾക്ക് കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ആദമിനെ, ഹവ്വയകത്തുണ്ട്, ആദമിനെ അനുഗ്രഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവരെ എന്നാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്. ദൈവം അവരെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ ആദമിൽ നിന്ന് ഹവ്വയെ എടുക്കുന്നുണ്ടെങ്കിലും ആദ്യം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു.
അവനെ സൃഷ്ടിച്ചു എന്ന് ആദ്യം പറഞ്ഞിട്ട് അതേ വാചകത്തിൽ തന്നെ പറയാണ്, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഹി ക്രിയേറ്റഡ് ദം. എന്നിട്ട് ഹി ബ്ലസ്സഡ് ദം. അവരെ അനുഗ്രഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കാരണം എന്നാണ്? ദൈവം പറയുക, ആഡം, ഈവ്, യു ആർ മൈ ചിൽഡ്രൻ, ഐ ബ്ലസ് യു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഇത് ഓരോന്ന് പറഞ്ഞ് അവസാനം വരെ ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ. സോ ഗോഡ് ക്രിയേറ്റഡ് ആഡം ആൻഡ് ഈവ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ആഡം, ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവം ആദമിനെ ഹവ്വയെയും സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ, സൃഷ്ടിയുടെ കാര്യത്തിൽ ദൈവം സൃഷ്ടാവാണ്. God is the creator. But in the case of man, ദൈവം, he is not only the creator, he is the father. So we have a creator and father, and that is God. അത് നമ്മൾ മനസ്സിലാക്കണം. We are children of God. God created us as his children. ആഡമിനെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ മക്കളായിട്ടാണ്. അവനതൊക്കെ കളഞ്ഞേച്ചു പോയി, അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടി എന്ന നിലയിൽ ദൈവം ആടിനെയും പശുവിനെയും എല്ലാം സൃഷ്ടിച്ചു. പക്ഷെ ആടും പശുവൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നല്ല, സൃഷ്ടിയാണ്. എന്നാൽ നമ്മളങ്ങനെയല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, അനുഗ്രഹിച്ചു. So that is the thing that we need to understand all the time, that we are the children of God. God is our Father. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷനാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട്, വേഴ്സ് 7, ചാപ്റ്റർ 2 വേഴ്സ് 7, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല, ദേഹി. മറ്റു മൃഗങ്ങളൊക്കെ ജീവനുള്ള ദേഹമാണ്, പക്ഷേ നമ്മൾ ജീവനുള്ള ദേഹിയാണ്. വി ഹാവ് എ ബോഡി, വി ഹാവ് എ സോൾ. ആൻഡ് അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ആൻഡ് ഗാഡ്, ദ ബൈബിൾ സെയ്സ് ദാറ്റ് ഗാഡ് ഈസ് സ്പിരിറ്റ്. ഞാൻ ചില സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുകയാണ്. ഗാഡ് ഈസ് സ്പിരിറ്റ്. സോ വെൻ ഹി വാസ് ബ്രീത്തിങ് ഇൻ ടു ദ നോസ്ട്രൽസ് ഓഫ് മാൻ, you know, he was implanting, or he was transferring the spiritual faculty in man. അങ്ങനെയാണ് മനുഷ്യൻ. he has a body, he has a soul and also spirit. Spirit is part of God. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അംശമാണ്. ഒരു ജീവിയുടെയും മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ജീവിയിലും ആത്മാവില്ല. ആത്മാവ് മനുഷ്യനിൽ മാത്രമുള്ള കാര്യമാണ്. അങ്ങനെ ദൈവം ജീവനുള്ള മനുഷ്യനിലേക്ക് ദൈവം അവൻ്റെ ജീവനെ അഥവാ അവൻ്റെ സ്പിരിറ്റിനെ നൽകി. ഹി ബിക്കെയിം എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ബോഡി. നമ്മൾ ചിലപ്പോൾ പറയും വി ആർ ഫിസിക്കൽ ബീയിങ് വിത്ത് എ സ്പിരിറ്റ്. അതല്ല കറക്റ്റ്. വി ആർ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ബോഡി. ശരീരമുള്ള ഒരു ആത്മജീവിയാണ് നമ്മൾ, അല്ലാതെ ആത്മാവും കൂടെ ഉള്ള ഒരു ശരീരമല്ല. നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. പക്ഷേ അവിടെ പറയുന്നത് ആണും പെണ്ണുമായി അവിടെ സൃഷ്ടിച്ചെന്ന 1-ാം അധ്യായത്തിൽ പറയുന്നു. എന്നാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ അവനെ കൊണ്ടുപോയി വേലയ്ക്കാക്കി, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ, സോ ഐ വിൽ ഗിവ് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാനിത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? ബാക്കിയുള്ള എല്ലാ സൃഷ്ടിയും നടത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നത് നല്ലത് എന്ന ദൈവം കണ്ടു, നല്ലത് എന്ന ദൈവം കണ്ടു, നല്ലത് എന്ന ദൈവം കണ്ടു. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് നല്ലതല്ല എന്ന് കേൾക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ മാൻ വാസ് എലോൺ. അതുകൊണ്ട് ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തക്ക തുണ അഥവാ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും
വിവാഹിതരായി ജീവിക്കുന്നത് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവത്തിൻ്റെ പ്ലാനാണ്. അതായത് സെലിബസി, വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, നോർമൽ അല്ല. ചില സമയത്ത് ദൈവം അതിനുവേണ്ടി വിളിച്ചവരുണ്ട്. സുവിശേഷ വേലയുമായി ബന്ധപ്പെടുത്തി ഒക്കെ സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നോർമൽ എന്ന് പറയുന്നത് സെലിബസി അല്ല, ഏകനായി ജീവിക്കുന്നതല്ല നോർമൽ കാര്യം. കുടുംബമായി ജീവിക്കുന്നതാണ് നോർമൽ കാര്യം. അത് ഞാനിത് പറയാൻ കാര്യം, ഇന്ന് വന്ന് പിള്ളേർക്കൊക്കെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം പോലും ഇല്ല. ഐ എം സോറി ടു സേ. അതിന് പല കാരണം കാണും. ഒരു പക്ഷേ ഒത്തിരി പരാജയങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഇവരൊക്കെ പറയുന്നത്. പക്ഷേ എന്തു പറഞ്ഞാലും വാട്ട് ഈസ് ഗോഡ്സ് വിൽ? ഗോഡ്സ് വിൽ ഈസ് ദാറ്റ് വി നീഡ് ടു ഗെറ്റ് മാരീഡ്. ദൈവം ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് കുടുംബജീവിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതമാണ്, അല്ലാതെ കെട്ടാതെ നിൽക്കുക എന്നുള്ളതല്ല. ഒരാളുടെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, അമേരിക്കയിൽ ഇപ്പോൾ ഡിവോഴ്സ് ഒത്തിരി കുറഞ്ഞെന്ന്. ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ ഡിവോഴ്സ് കുറഞ്ഞു? ആ, കല്യാണം നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഡിവോഴ്സ് ഇല്ലെന്ന്. അല്ല, ഡിവോഴ്സ് കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഡിവോഴ്സ് കുറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഞാനിത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. വേദനയോടെ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കളിയാക്കി പറയുകയൊന്നും അല്ല കേട്ടോ. ഇറ്റ് ഈസ് ഫ്രം മൈ ഹാർട്ട്. വിത്ത് ടിയേഴ്സ് ഐ എം ടെല്ലിങ് ഓൾ ദീസ് തിങ്സ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പോഴത്തെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്, പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ അതിനകത്ത് കുറ്റക്കാരായിരിക്കും പലപ്പോൾ. പക്ഷേ that is not what God is looking for. God wants to see, he wants to see that our children are getting married. നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അതും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിവാഹത്തിന് മനസ്സ് വയ്ക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഡു യു ബിലീവ് ഇറ്റ് മൈ ഫാമിലി? ഞാൻ ചോദിച്ചോട്ടെ, നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? വളരെ അത്യാവശ്യമാണ് ഈ കാലയളവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നോട്ട് ഓൺലി ഹിയർ. പിന്നെ നമ്മളെല്ലാം അങ്ങ് അമേരിക്കൻ എന്ന് പറയും. അമേരിക്കയിൽ എന്തോ വന്നാലും ഒരു 5 വർഷം 10 വർഷത്തിനകം അത് ലോകത്തിലെല്ലായിടത്തും ആകും. അതുകൊണ്ട് ഒരു കോണ്ടിനെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയിൽ അങ്ങനെ അങ്ങനെയൊന്നുമല്ല. അമേരിക്കയിൽ ഇന്ന് എങ്ങനെയാണോ അത് തന്നെ കുറച്ച് കഴിയുമ്പം ബാംഗ്ലൂരും വരും. എൻ്റെ മോള് 10th കഴിഞ്ഞിട്ട് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്, അവൾ തന്നെ പോയി അഡ്മിഷൻ എടുത്തതാണ്. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ സൈക്കോളജിക്ക് അവൾ 10th അല്ല 12th കഴിഞ്ഞിട്ട് സൈക്കോളജിക്ക് അവൾ തന്നെ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ കിട്ടി. ക്രൈസ്റ്റിൽ അഡ്മിഷൻ കിട്ടുന്നത് ആ കാലയളവിൽ അത്ര വലിയ ഈസി ആയുള്ള കാര്യമല്ല. അഡ്മിഷൻ കിട്ടി. ഞാനില്ലായിരുന്നു, ഞാൻ ആഫ്രിക്കയിലോ, ഐ വാസ് സംവെയർ എൽസ്, ഐ വാസ് ഔട്ട് സൈഡ്. ജസീം അവളും കൂടെ പോയി അവിടെ പോയി ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മല്ലപ്പള്ളിയിൽ ഞങ്ങളുടെ ഒരു അപ്പാപ്പനുണ്ട്. മല്ലപ്പള്ളിയിലെ അപ്പാപ്പൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, പാപ്പ ഞാൻ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തിലാണ്. എന്ത് പറ്റി മോനെ? അല്ല, മോക്ക് അഡ്മിഷൻ കിട്ടിയത് ബാംഗ്ലൂരാണ്. എനിക്കറിയാം, എൻ്റെ ഫാദറിൻ്റെ ബ്രദറും അവരെല്ലാം ഫാമിലിയായിട്ട് ബാംഗ്ലൂരിൽ. എനിക്ക് ബാംഗ്ലൂരുമായിട്ട് നല്ല ബന്ധം നേരത്തെ തൊട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ബാംഗ്ലൂരിലെ കാര്യമൊന്നും പറയണ്ട. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എനിക്ക് മാനസികമായിട്ടൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെയാണ്. പിന്നെ അപ്പാപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, മല്ലപ്പള്ളിക്കാരല്ല, നീ ചിന്തിക്കുന്ന പോലെ അല്ല. പിഴയ്ക്കണമെങ്കിൽ ബാംഗ്ലൂർ പോകണമെന്നില്ല, അത് മല്ലപ്പള്ളിയിലാണെങ്കിലും പിഴയ്ക്കും. അപ്പം മോശപ്പെടണമെങ്കിൽ അമേരിക്ക വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും പോകാനുള്ളതൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം ഞാനപ്പോൾ ആലോചിച്ചു. ദൈവകൃപയാൽ കുഞ്ഞുങ്ങളാരും തെറ്റിപ്പോയില്ല. എൻ്റെ മൂത്ത 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു. 2 പേരും വിവാഹം കഴിച്ചിരിക്കുന്നത് സുവിശേഷകരെയാണ്. മൂത്ത മോൾ, ഈ പറഞ്ഞ സൈക്കോളജി കഴിഞ്ഞ മോൾ, അവൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സൈക്കോളജി എടുത്തു. അത് കഴിഞ്ഞിട്ട് MD എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈസ് മാരീഡ്. മോനാണെങ്കിൽ അവന് ഡൽഹി സെൻറ്റ് സ്റ്റീവൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഡൽഹി സെൻറ്റ് സ്റ്റീവൻസ് അറിയാമല്ലോ, ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് കോളേജ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലാജി പോളൊക്കെ അവനെ ഒത്തിരി സ്വാധീനിച്ചത്, തീരുമാനമെടുത്തു. ആൻഡ് ഹീ സ്റ്റഡീഡ് ഇൻ ദി ബൈബിൾ സെമിനാരി ആൻഡ് നൗ ദേ ആർ ഡൂയിങ് മിനിസ്ട്രി ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോവുകയും ബൈബിൾ പഠിപ്പിക്കും. ഹീസ് എ ബൈബിൾ ടീച്ചർ ബേസിക്കലി. നമ്മുടെ തന്നെ മിഷൻ, നമുക്ക് 100 മിഷണറീസ് പലയിടത്തായിട്ടുണ്ട്. ഒരു 80
ചർച്ചസ് തന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവിടെയൊക്കെ പോവുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയില്ല, പക്ഷെ തെറ്റണമെങ്കിൽ ബാംഗ്ലൂർ പോകണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞില്ല, മോനെ നീ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒത്തിരി സങ്കടം, എടാ പോയി എവിടുന്നെങ്കിലും ഉള്ളതിനെ പിടിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞില്ല. ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. സ്യൂട്ടബിൾ കമ്പാനിയൻ, ഇണയല്ല, മെയ്റ്റ് അല്ല, കമ്പാനിയൻ. സോ ഇൻ ഫാമിലി ലൈഫ് ദേ ആർ നോട്ട് ജസ്റ്റ് മെയ്റ്റ്സ്, ഇണകളല്ല. പക്ഷേ മനുഷ്യൻ നോക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ വിവാഹങ്ങളിലൊക്കെ ഇപ്പം പിള്ളേർ തമ്മിൽ ആരെങ്കിലും കണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, കാണുന്നതിനകത്തെ കുറ്റമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഫൈനലി we need to commit our life before God and let God give a wife. നേരത്തെ നോക്കരുത്, കാണരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ അവരുടെ താല്പര്യം, പക്ഷേ അവരുടെ താല്പര്യം അനുസരിച്ച് അങ്ങനെ അങ്ങ് പോകരുത്. പുട്ട് ദാറ്റ് ബിഫോർ ഗാഡ്. കർത്താവേ, എനിക്ക് ഇങ്ങനെ ആത്മീയരായ പിള്ളേർ അങ്ങനെ തന്നെ ചെയ്യും. എനിക്കിങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് എനിക്കൊരു സ്നേഹമുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? I am 100%. If it is not God's will, I am happy that it is. If it is not happening, that's okay. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ പ്രൊഫസർ മാത്യു തോമസും വൈഫുമാണ് ഞങ്ങളുടെ കല്യാണം ആലോചിക്കുന്നത് തന്നെ. ഒക്കെ ശരിയാണ്. ജെസ്സി പറയുന്നത് കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ പ്രാർത്ഥിച്ചെന്നാണ്, കർത്താവേ നിൻ്റെ ഹിതം അല്ലെങ്കിൽ ഇത് ഇന്ന് മാറിപ്പോണേന്ന്. ഞാൻ പറഞ്ഞത് ആത്യന്തികമായി നമ്മൾ ദൈവത്തിന് ഈ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളും മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളും അത് മനസ്സിലാക്കണം. ആത്മീയരായ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കണം. ദൈവത്തെ ഏൽപ്പിക്കണം. ദൈവത്തെ ഏൽപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് തക്ക തുണയായിരിക്കും, അല്ലെങ്കിൽ ഇണയായിരിക്കും. ചിലർക്ക് ഇണ മതി, എന്തെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവൻ്റെ അനിയൻ ചേട്ടനോട് പറഞ്ഞു, എടാ പെട്ടെന്ന് കല്യാണം കഴിക്കണം, ഇല്ല എനിക്ക് കിട്ടണമെന്ന്. ഉടനെ പറഞ്ഞു, നീ ഏതിനെയാണ് കിട്ടുന്നത്? ഇന്നാളൊരു അവൻ പറഞ്ഞു, ഇന്ന പെണ്ണിനെ കെട്ടിയാൽ കുഴപ്പമില്ല. ഉടനെ ചോദിച്ചു, എടാ നീ ഇന്നാളൊരു പെങ്കൊച്ചിൻ്റെ കാര്യമാണ്, എന്നാൽ പിന്നെ അതിനെയാണേലും മതി. എടാ അവിടെ ഒരു പെങ്കൊച്ചുണ്ട്, അതിനെ നോക്കിയാലോ, എന്നാൽ പിന്നെ അതായിക്കോട്ടെ. അവൻ ഏതെങ്കിലും ഒന്നിനെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇണയാണ്, ഇണ. അപ്പോൾ അത് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് അത് പലപ്പോഴും ചെയ്യുന്നത്. പണ്ടല്ല, അടുത്ത സമയത്താണ് ഒരു കല്യാണത്തിൻ്റെ ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടി നിന്നെ ഞാൻ കാണാൻ വന്നപ്പോൾ, അവർ ഒത്തിരി അങ്ങനെ കണ്ട് പരിചയപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള കല്യാണമല്ല, പഴയ കല്യാണമല്ലേ, അപ്പം എന്നിൽ ഏറ്റവും കൂടുതൽ നീ ഇഷ്ടപ്പെട്ടത് എന്താ? ഉടനെ അവൾ പറഞ്ഞ്, നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു കഴിഞ്ഞപ്പം നിങ്ങളെ ആ പല്ലുമൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, കെട്ടുകയാണെങ്കിൽ ഈ ചെറുക്കനെ കെട്ടണം, എന്നാ നല്ല ചിരിയാ. അപ്പോൾ ഇയാളുടെ മുഖം ഒന്ന് മങ്ങി. എന്നിട്ട് ചോദിച്ചു, അതിരിക്കട്ടെ, എന്നെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാന്ന് ഭാര്യ ചോദിച്ചു. അത് ഞാനവിടെ വന്നപ്പോൾ നിൻ്റെ മുടി കണ്ടപ്പം എൻ്റെ ദൈവമേ, കെട്ടുകയാണെങ്കിൽ ഈ പെണ്ണിനെ കെട്ടണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഭർത്താവ് പറഞ്ഞു, എടി എൻ്റെ ചിരി നല്ലതാണെങ്കിലും പല്ല് വെപ്പുമല്ല, രാത്രി ഞാനിതങ്ങ് മാറ്റി വെക്കട്ടെ, ഞാനിതങ്ങ് അഴിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ പെണ്ണുമ്പോൾ പറയുക, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മുടിയും അങ്ങ് എടുത്തു വെച്ചേക്കാവുന്ന കാര്യം, അതും വെപ്പാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇണയെ തിരക്കി പോകുന്നതല്ല തുണ. കർത്താവ് തന്നാൽ അത് തുണയായിരിക്കും, അതിന് സംശയമില്ല. ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എങ്ങനെയാ കർത്താവ് അവിടെ പറയുന്നത്? ദൈവം എന്തു ചെയ്യുന്നു? ദൈവം അവനൊരു വലിയ ഒരു മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഗാഠനിദ്ര. എന്നിട്ട് അവൻ ഉറങ്ങിയപ്പോൾ ആദ്യത്തെ സർജറിയാണ്, അനസ്തീഷ്യ ഒക്കെ കൊടുത്ത്, ഞാൻ പറഞ്ഞത് ഹ്യൂമൻ വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തീഷ്യ ഒക്കെ കൊടുത്തു, നല്ല ഒരു ഗാഠനിദ്ര. എന്നിട്ട് ഉറങ്ങിക്കിടന്നപ്പോൾ വാരിയെല്ല് എടുത്ത്
ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ സർജറി നടത്തി വാരിയലിൽ നിന്ന് ആണ് ആദം ഹവ്വയെ ആദമിന് ഉണ്ടാക്കി കൊടുക്കുന്നത്, വാരിയലിൽ നിന്ന്. അപ്പം മാത്യു ഹെൻറി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാര്യ എടുത്തത് കാലിൻ്റെ എല്ലിൽ നിന്നായിരുന്നെങ്കിൽ ചവിട്ടി താഴ്ത്താമായിരുന്നു, തലയുടെ എല്ലിൽ നിന്നായിരുന്നെങ്കിൽ തലയെ കയറ്റി വെക്കാമായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും പറ്റിയല്ല. എവിടുന്നാ? റിബാണ്. ദ ക്ലോസസ്റ്റ് ബോൺ ടു ദ ഹാർട്ട്, ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന എല്ലാണ്. അപ്പോൾ അതുകൊണ്ടെന്താണ്, ഹൃദയത്തിൽ നിന്നെടുത്ത ഈ സ്ത്രീക്ക് എപ്പോഴും തന്നെ എടുത്ത സ്ഥലത്തേക്ക് ചാഞ്ഞു പോകാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് നാച്ചുറൽ. അവനെ പുരുഷൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. എപ്പോഴും എൻ്റെ ഭാര്യയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും എൻ്റെ പിടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പിടിച്ചു നിർത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അതല്ല അതിൻ്റെ അർത്ഥം. എന്താണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം? ദേ നീഡ് ടു ബി ക്ലോസ് ടു യുവർ ഹാർട്ട്. ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായ ഒരു അവസ്ഥ. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ്. ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതായ ഒരവസ്ഥ. എവറി ടൈം മേക്ക് ഷുവർ ദാറ്റ് ദ വൈഫ് ഈസ് ക്ലോസ് ടു യുവർ ഹാർട്ട്. ഞാൻ എഫേഷ്യൻസ് ചാപ്റ്റർ 5:21 ഓൺവേർഡ്സ് വായിക്കുമ്പം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭാര്യയോട് പറയുന്നു, നീ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. യു നീഡ് ടു ബി സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്. ഭർത്താവിനോട് പറയുന്നത് യു നീഡ് ടു ലവ് യുവർ വൈഫ്. ഭർത്താവിനോട് ഭാര്യമാരോട് പറയുന്നത് കീഴടങ്ങിയിരിക്കണം, ഭർത്താവിനോട് പറയുന്നത് സ്നേഹിക്കണം. എന്താ ഇതിൻ്റെ കാര്യം എന്നറിയാമോ? ഒരു ഭർത്താവ് എപ്പോഴും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയാണ്. എത്ര ഫെമിനിസം പ്രസംഗിച്ചാലും എന്തോ പറഞ്ഞാലും തലയിൽ കയറുന്ന ഒരു പെണ്ണിനെ ഒരു പുരുഷനും ഇഷ്ടമല്ല. അതൊരു ഫാക്റ്റാണ്. നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഏത് പുരുഷനും അവന് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ കീഴേ കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞ കാലിൻ്റെ കീഴേ കിടക്കണമെന്നല്ല പറയുന്നത്. സബ്മിസീവായിട്ടുള്ള തലയിൽ കയറുന്ന ഒരു പെണ്ണിനെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ കീഴടങ്ങിയിരിക്കണം, അനുസരിക്കണം. എന്നാൽ ഭർത്താവിനോട് പറയാണ്, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹമാണ്. പണ്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അങ്ങനെ എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടിയല്ലായിരുന്നു, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നെന്ന്. കാര്യം അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹമാണ്. ഇറ്റ് ഈസ് ലവ്. സോ ഗിവ് ലവ് ടു യുവർ വൈഫ്. ഇവിടെയും ദ വുമൺ ഈസ് ടേക്കൺ ഫ്രം ദ റിബിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനൊരു സാഹചര്യത്തിൽ ആ നിലയിൽ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം. അങ്ങനെ ഈ സ്ത്രീയെ മുന്നിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ഒരു 5-10 മിനിറ്റൂടെ എടുക്കുകയാണ്, പിന്നെ അത് അനുസരിച്ച് ഞാൻ കുറച്ചോളാം. പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടി പെട്ടെന്ന് അവിടെ പറയുന്നതായ ഒരു കാര്യം, അപ്പോൾ മനുഷ്യൻ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു, ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഷീ ഈസ് ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഷീ ഷാൽ ബി കോൾഡ് വുമൺ ബിക്കോസ് ഷീ വാസ് ടേക്കൺ ഔട്ട് ഓഫ് മാൻ. ഷീ ഈസ് പാർട്ട് ഓഫ് മീ. അവൻ പറയുന്ന ഇതാണ്, എൻ്റെ ആണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്, എന്നിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. യു സീ ദ ഡിഫറൻസ്. അവൻ പറയാണ് ഷീ ഈസ് മൈൻ ആൻഡ് ഷീ ഈസ് ടോട്ടലി എൻ്റെ ആണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്. അതായത് എനിക്കും അവൾക്കും തമ്മിൽ വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നാണ്. ഞാൻ ഈ പഴയ കാലത്ത് ഒത്തിരി നോവൽസ് വായിക്കുമായിരുന്നു പണ്ട്. അപ്പോൾ ഈ വേൾഡ് ക്ലാസിക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇതിനകത്തെല്ലാം പുരുഷൻ സ്ത്രീയെ കാണുമ്പം സംസാരിക്കുന്ന ഒത്തിരി വാക്കുകളുണ്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ കണ്ണാ, എൻ്റെ കരളാ,
എന്നൊക്കെ പറയുന്ന ഒത്തിരി. പക്ഷേ ഇന്ന് വരെ ഒരു നോവലിനകത്തും നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇത്രയും ഡീപ്പ് റിലേഷൻഷിപ്പ്. കണ്ണൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കാൻ പറ്റും, പക്ഷെ ഇത് മാറ്റാനൊന്നും പറ്റില്ല. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ആദം പറയുന്നത് എനിക്ക് ഇവളെ ഇല്ലാതെ ഒരു ഐഡൻറ്റിറ്റി വേണ്ട. ഷീ ഈസ് ടോട്ടലി മൈൻ. നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാകണം. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രോബ്ലം എവിടെയാണ് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നറിയാമോ? കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നത് അവനവൻ്റെ കാര്യം നോക്കി. ഞാൻ പണ്ട് കൈരളി പീപ്പിൾ ടി വിയിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ചാനലാണ്, അതിനകത്ത് ഈ ടോക്ക് ഷോ നടത്താറുണ്ട്. ഞാനും ജോർജ് കോശിയും കൂടെ. അപ്പോൾ കുടുംബത്തെക്കുറിച്ചൊരു ടോക്ക് ഷോ നടത്തിയപ്പം ജോർജ് കോശി എന്നോട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സച്ചു ഞാൻ ഈയിടെ ഒരു ഫാമിലിയെ കണ്ടു, അവർ തമ്മിലൊരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. ഉടനെ ഞാൻ ചോദിച്ചു, പ്രശ്നമൊന്നും ഇല്ലേ? എന്നെ പറഞ്ഞു, അവർ പറഞ്ഞത് അവൾ അവളുടെ കാര്യം നോക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കും, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, ഞങ്ങൾ ഒരു മുറി കിടന്ന് ഉറങ്ങുന്നെന്നുള്ളതല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അവിടെ പൈസ അവിടെ പൈസ, എൻ്റെ പൈസ എൻ്റെ പൈസ, അവിടെ മുറി അവിടെ മുറി, എൻ്റെ മുറി എൻ്റെ മുറി, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആയാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അതൊരു കുടുംബജീവിതമല്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് ടോട്ടൽ ഐഡൻറ്റിറ്റി. എനിക്ക് ജെസ്സി ഇല്ലാതെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് വേണ്ട. അതാണ് ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഭാര്യയുമായിട്ടുള്ള അങ്ങനെയുള്ള അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാകണം. ദാറ്റ്സ് വാട്ട് വി സീ ഹിയർ. ഇവിടെ എന്നിൽ നിന്നാണ് എടുത്തിരിക്കുന്നതാണ് ആദം പറയുന്നത്. എന്നിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഷീ ഈസ് മൈൻ, ഷീ ഈസ് പാർട്ട് ഓഫ് മീ. ഐ ഹാവ് നോ ഐഡൻറ്റിറ്റി വിതൗട്ട് മൈ വൈഫ്. എൻ്റെ ഭാര്യ ഇല്ലാതെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഇല്ല, എനിക്ക് വേണ്ട. അത്രയ്ക്കുള്ള ആ ഡെപ്ത്ത് റിലേഷൻഷിപ്പിലെ ഡീപ്പ് ഒരു റിലേഷൻഷിപ്പ് അതാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി, ദേ ഷാൽ ബിക്കം വൺ ഫ്ലഷ്. ഇവിടെ ഓരോന്നും പറയുന്നത് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. എൻ്റെ മോളെ SFPC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മദാമ്മ വന്ന് ക്ലാസ് എടുത്തിട്ട് അപ്പം അവർ ചോദിച്ചു, ആഫ്റ്റർ ദ മാരേജ് where you are going to stay? With your parents? No, yes, of course. No, that is not biblical. You should not live with your parents. അപ്പനെയും അമ്മയെയും വിട്ട് you need to leave your father and mother. എല്ലാവരും ഇങ്ങനെ കേട്ടൊക്കെ ഇരുന്നു. പക്ഷെ ശ്രുതി മോള് അവൾ എന്നിട്ട് പറഞ്ഞു, മാം, I am not totally accept what you say. What? You see what is written there? അവൾ ചോദിച്ചു, leave the father and mother, not abandoning the father and mother. അപ്പനെയും അമ്മയും വിട്ടാണ്, അല്ലാതെ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ചല്ല. ചിലർക്കൊരു ചിന്തയുണ്ട്. ഇന്നിപ്പം പലപ്പോഴും സംഭവിക്കുന്നതാണ്. വൺസ് എ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് മാരീഡ്, they are totally gone. ഉപേക്ഷണം പോലെയായി. That is not the biblical principle. It's not the biblical principle. The biblical principle, they stay together. I mean, ഒരേ വീട്ടിൽ താമസിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ചിലപ്പം പറ്റുമെങ്കിൽ ഒരു വീട്ടിൽ തന്നെ താമസിക്കുക, ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുന്നെങ്കിൽ പറ്റുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ വേറെ കാര്യമുണ്ട്, റിലേഷൻ ഇല്ലാതെ ആകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അബാൻഡനിങ്. ഇറ്റ് ഈസ് ലീവിങ് യുവർ ഫാദർ ആൻഡ് മദർ. ഇറ്റ് ഈസ് നോട്ട് അബാൻഡനിങ് യുവർ ഫാദർ ആൻഡ് മദർ. That every children should understand, even parents should understand. Of course, they have their own, the real meaning is, ദൈവം ഒരു കുടുംബത്തെ ഉണ്ടാക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വം ആ അപ്പനാണ്. ഞാനെപ്പോഴും ഇപ്പം എഫേഷ്യൻസിൽ നമുക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ അത് പറയാം. അവിടെ പറയുന്നത് അവളെ വചനത്തോടു കൂടിയ ജലസ്നാൻ, അല്ലെങ്കിൽ അവളെ ഒരുക്കുക എന്നാണ് പറയുന്നത്. കറ ചുളുക്കം പാട്ടം മാലിന്യമൊന്നും ഇല്ലാതെ ദൈവസന്നിധി നിർത്തുന്നതിന് ഒരുക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ എന്താണ് ബിക്കോസ് ഐ ആം റെസ്പോൺസിബിൾ. ഞാൻ പറയട്ടെ, ജെസ്സി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ദൈവം ആദ്യം ചോദിക്കുന്നത് എന്നോടാണ്.
ഇപ്പോൾ ആദമും ഹവ്വയും അവർ പഴം പറിച്ചു തിന്നു. ശരിക്കും പഴം പറിച്ച് തിന്നത് ആരാണ്? ഹവ്വയാണ്. പഴം പറിച്ചത് ഹവ്വയാണ്. പക്ഷേ ദൈവം ചോദിക്കുന്ന ആരോടാ? ആദാമിനോടാ. കാര്യം ആദമിൻ്റെ ഉത്തരവാദിത്വമാണ് ഹവ്വ പഴം പറിച്ച് തിന്നാതിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നിപ്പം അത്രയും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദാറ്റ്സ് വാട്ട് ദ ബൈബിൾ സേസ്. ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയുടെ വിശുദ്ധി എന്ന് പറയുന്നത്. തന്നെയല്ല, അബൌട്ട് ചിൽഡ്രൻ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എൻ്റെ യൂണിറ്റിൻ്റെ തല ഞാനാ. മീ, മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ, ആ യൂണിറ്റിൻ്റെ തല ഞാനാണ് ടിൽ ദേ ഗെറ്റ് മാരീഡ്. യു ഗെറ്റ് മൈ പോയിന്റ്? എന്തുണ്ടെങ്കിലും ദൈവം എന്നോടാണ് ചോദിക്കുന്നത്. എൻ്റെ പിള്ളേർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ദൈവം എന്നോട് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ വൺസ് ദേ ആർ മാരീഡ്, യു നോ വാട്ട് ഹാപ്പൻസ്? അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുമ്പോൾ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ മകൻ അവൻ വിവാഹം കഴിച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയം മുതൽ അവൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്വം എൻ്റെ മകൻ്റെ മേലാണ്. പിന്നെ അവരൊരു യൂണിറ്റാണ്. യു സീ ദ ഡിഫറൻസ്? അതാണ് ഈ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടുംബ യൂണിറ്റിൽ നിന്ന് മാറി ഒരു പുതിയ കുടുംബം തുടങ്ങുന്നു. പക്ഷേ എൻ്റെ കുടുംബത്തിലും ദൈവമാണ് ആത്യന്തികമായി നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിലും ദൈവമാണ്. ഇറ്റ് ഈസ് ഗോഡ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനോടും അമ്മയോടും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. എൻ്റെ അവസാനത്തെ വാചകം കൂടെ അവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. എന്താ അതിൻ്റെ അർത്ഥം? അവർ തുണി ഉടുത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല. അതല്ല അവിടുത്തെ മീനിങ്. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കയറി വരികയാണെങ്കിൽ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്തിടുന്നതിൻ്റെ കാര്യമില്ല. വി ഹാവ് സം പ്രൈവറ്റ് പാർട്സ് ആൻഡ് വി ഡു നോട്ട് വാണ്ട് ടു എക്സ്പോസ് അവർ പ്രൈവറ്റ് പാർട്സ് ടു അതേഴ്സ്. മറ്റുള്ളവരിലേക്ക് എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ ബോഡി എനിക്ക് മറ്റൊരാളെ കാണിക്കുന്ന ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രൈവസി ഉണ്ട്. എൻ്റേതായ ഒരു ലോകം എനിക്കുണ്ട്. പക്ഷേ ആദ്യത്തെ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ, ഭാര്യയും അവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല, അവർക്ക് പ്രൈവറ്റായിട്ടുള്ളൊരു ലോകമില്ലായിരുന്നു. ബോഡിയിലെ പാർട്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് പ്രൈവറ്റായൊരു ലോകമില്ല. അവരൊന്നാണ്. ഒരു ദേഹം, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നല്ലേ, അവരൊന്നാണ്. അവർക്ക് ഭാര്യയ്ക്ക് ഭാര്യയുടെ ഒരു ലോകവും ഭർത്താവിന് ഭർത്താവിൻ്റെ ഒരു ലോകവുമില്ല. ഞാൻ അന്ന് ടി വിയിലെ ആ പ്രോഗ്രാമിന് പറഞ്ഞതുപോലെ, ജോർജ് ജോഷി പറഞ്ഞതുപോലെ, അവർ തമ്മിലൊരു പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലോകം, ഭാര്യയ്ക്ക് ഭാര്യയുടെ ലോകം, ഭർത്താവിന് ഭർത്താവിൻ്റെ ലോകം, അവർ തമ്മിൽ ഒരു കാര്യവും ഡിസ്കസ് ചെയ്യത്തില്ല, ഒരു കാര്യമില്ല. അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ഒന്നാണ്. അവർക്ക് മറയ്ക്കാനൊന്നുമില്ലെന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. മറയ്ക്കാനൊന്നുമില്ല. കുടുംബ ബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മറയ്ക്കാനൊന്നുമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥ ആത്മീയ കുടുംബത്തിൻ്റെ പ്രത്യേകത. ഭാര്യയ്ക്ക് മറയ്ക്കാനൊന്നുമില്ല, ഭർത്താവിന് മറയ്ക്കാനൊന്നുമില്ല, ഒരു പ്രൈവറ്റ് ലോകമില്ല. ഇന്നത്തെ ഒരു പ്രശ്നം നമ്മളെല്ലാം പ്രൈവറ്റായിട്ടുള്ള അവരവരുടെ ഒരു ലോകമുണ്ട്. അതിലേക്ക് കടക്കാൻ സ്വന്തം ഭാര്യയെപ്പോലും ആരും അനുവദിക്കത്തില്ല. എൻ്റെ പ്രൈവറ്റ് ലോകത്തിലേക്ക് കടക്കാൻ എൻ്റെ ഭാര്യയെപ്പോലും അനുവദിക്കാതിരിക്കുന്നത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. എനിക്കൊരു പ്രൈവറ്റ് ലോകമില്ലാത്ത ഒരവസ്ഥ. ഇന്നിപ്പം മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളും. അപ്പം സാധാരണ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഒരുത്തന് പെട്ടെന്ന് നെഞ്ചിന് വേദന വന്നു, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു, അങ്ങനെ വരിക, ഭയങ്കര പെയിൻ എടുത്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ജോർജ് കുട്ടി ഒന്ന് വിളിച്ചേ, വണ്ടിയും കൊണ്ടൊന്ന് വരാൻ പറ. ഇപ്പം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയല്ലോ. ജോർജ് കുട്ടി ഒന്ന് വിളിച്ചേ, വണ്ടിയും കൊണ്ട് വരാൻ പറ, ഞാനിപ്പം ചാകും. അവിടെ ഭാര്യ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ജോർജ് കുട്ടിയുടെ നമ്പർ ഒന്ന് പറയണമല്ലോ, നിങ്ങളിതിൻ്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞേ. ഏതാ? ജോർജ് കുട്ടിയെ വിളിക്കാൻ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞേ. എന്നെ ഭർത്താവ് പറയാം,
ആ വേദനയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. കാര്യം ചത്താലും പാസ്വേഡ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. പ്രൈവറ്റ് ലോകം നോ. അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല, അവർക്കൊരു പ്രൈവറ്റ് ലോകമില്ലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് കുടുംബജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. എല്ലാവരും എല്ലാം ഓപ്പണായിട്ടുള്ള പ്രൈവറ്റ് ലോകമില്ലാത്ത, എനിക്ക് മറയ്ക്കാനൊന്നുമില്ല, എൻ്റെ ഭാര്യയിൽ നിന്നോ എൻ്റെ മക്കളിൽ നിന്നോ എനിക്ക് മറയ്ക്കാനൊന്നുമില്ല, അല്ലാത്തവരിൽ നിന്ന് പോലും മറയ്ക്കാനില്ല. എനിക്ക് എൻ്റെ ഒരു ലോകം അങ്ങനെ ഞാൻ മാറ്റി വച്ചിട്ടില്ല, എനിക്കത് വേണ്ട. എൻ്റെ ഫോണ് ആർക്ക് വേണമെങ്കിലും തുറന്നു നോക്കാവുന്ന ഫോണാണ്. ഇതിനകത്ത് അശുദ്ധമായത്, ഞാനെപ്പോഴും അതിനെക്കുറിച്ച് ഹോളിനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള കാര്യമുണ്ട്. ആഫ്രിക്കയിലൊക്കെ കോളേജിലൊക്കെ ഞാൻ പോയി ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഐഫോണൊക്കെ വലിയ കാര്യം ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. എങ്കിലും ഞാനിങ്ങനെ പറയും, ദിസ് ഇസ് ആൻ ഐഫോൺ, യു നോ ദാറ്റ്. എല്ലാവർക്കും അറിയാം, പിള്ളേർക്കെല്ലാം അറിയാം. ഇത് സംബഡി ഗേവ് മീ, അപ്പോൾ എനിക്ക് തന്നതാ, അതുപോട്ടെ, ഞാൻ വാങ്ങിച്ചതല്ല. ഇനി അപ്പോൾ ഞാൻ പറയും, ഡു യു നീഡ് ദിസ് ഫോൺ? ഓ യെസ്, ഓക്കെ, ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു, ഓപ്പൺ ഇറ്റ്, ആൻഡ് ഇഫ് യു ഷോ മീ സംതിങ് അൺഹോളി ഇൻ മൈ ഫോൺ, ഐ വിൽ ഗിവ് ഇറ്റ് ഫ്രീ ടു യു. എൻ്റെ ഫോണിൽ അൺഹോളിയായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ ഫ്രീ ആയിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ അത്രയ്ക്കും ഫ്രീ ആകണം. ഏറ്റവും കുറഞ്ഞത് കുടുംബത്തിലെങ്കിലും, നമ്മുടെ കുടുംബത്തിലെങ്കിലും മറയ്ക്കാനൊന്നുമില്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐഡൻറ്റിറ്റി, അതാണ് നമ്മൾ ആദമിൻ്റെ ഹവ്വയുടെയും കാര്യത്തിൽ. ഞാൻ അവളുടെ ഭാഗമാണ്. ഹി ഈസ് ബോൺ ഓഫ് മൈ ബോൺ, ഷീ ഈസ് ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. ഇതാണ് കുടുംബജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ. എൻ്റെ വാക്കുകൾ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്.